എല്ലാവർക്കും സ്വാഗതം. വെറും 10 വർഷം കൊണ്ട് 30 കോടിയിലധികം ആളുകളെ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഒരു രാജ്യത്തിന് കഴിയുമോ? അതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഈയൊരു അവിശ്വസനീയമായ സാമ്പത്തിക കുതിപ്പിന് പിന്നിലെ കഥയാണ്. അതിലെ കണക്കുകൾ, അതിന് പിന്നിലെ തന്ത്രങ്ങൾ എല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ മുഴുവൻ കഥയുടെയും കേന്ദ്രബിന്ദു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഖ്യയുണ്ട്. ലോകം മുഴുവനുമുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ ശരിക്കും ഉറ്റുനോക്കുന്ന ഒരു കണക്കാണിത്. 3.9%. ഇതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അതിദാരിദ്ര്യത്തിന്റെ നിരക്ക്. കേൾക്കുമൊരു പക്ഷേ ഇതൊരു ചെറിയ സംഖ്യയായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ യഥാർത്ഥ വലിപ്പം അറിയണമെങ്കിൽ നമ്മളൊരു 10 വർഷം പിന്നോട്ട് പോകണം. നോക്കൂ, ഈ മാറ്റം ശരിക്കും അവിശ്വസനീയമാണ്. ഏകദേശം 30%, അതായത് രാജ്യത്തെ 1/3 ആളുകളും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് വെറും 4% താഴേക്ക് ഈ കണക്ക് എത്തിയത്. പറഞ്ഞാൽ ഏകദേശം 30 കോടി ജനങ്ങൾ. അത് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ അത്രയും വരും. അത്രയും ആളുകളെയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ പറയുന്ന ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വിശപ്പടക്കാനുള്ള പൈസയുടെ കണക്ക് മാത്രമല്ല. ഈ കണക്കെടുത്തിരിക്കുന്നത് രംഗരാജൻ ദാരിദ്ര്യരേഖ അനുസരിച്ചാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് വെറും അതിജീവനം മാത്രമല്ല നോക്കുന്നത്, മറിച്ച് ഒരാൾക്ക് ഒരു മിനിമം അന്തസ്സോടെ ജീവിക്കാൻ എന്തൊക്കെ വേണം എന്ന് കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതായത് ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ചികിത്സ, കുട്ടികളുടെ പഠിപ്പ്, വീട്ടുവാടക, ഇങ്ങനെയുള്ള അത്യാവശ്യ ചെലവുകളൊക്കെ ഇതിൽ വരും. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വലിയൊരു മാറ്റം അതെങ്ങനെ സംഭവിച്ചു? അതിനു പിന്നിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ അടിമുടി മാറ്റിയ വളരെ ചിന്തിച്ചുറപ്പിച്ച ഒരു തന്ത്രം തന്നെ ഉണ്ടായിരുന്നു. പഴയൊരു കാലത്ത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാർ 1 രൂപ ചെലവഴിക്കുമ്പോൾ അതിൽ വെറും 15 പൈസയെ സാധാരണക്കാരന്റെ കയ്യിലെത്തുന്നുള്ളൂ എന്ന്. ഇതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. സർക്കാർ കൊടുക്കുന്ന സഹായങ്ങൾ വഴിയിൽ ചോർന്നു പോകുന്നു. ഈ പ്രശ്നമായിരുന്നു ആദ്യം തന്നെ പരിഹരിക്കേണ്ടിയിരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് ജാം ട്രിനിറ്റി എന്നു പറയുന്ന ആശയം വരുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. 1, ജൻധൻ, അതായത് രാജ്യത്തെ ഓരോ പൗരനും ഒരു ബേസിക് ബാങ്ക് അക്കൗണ്ട്. 2, ആധാർ, ആരാണ് ഈ അക്കൗണ്ടിന്റെ ഉടമ എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു ബയോമെട്രിക് ID. 3, മൊബൈൽ, ഈ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ അതറിയാനും അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുമൊക്കെ ഒരു മൊബൈൽ ഫോൺ. ഈ 3 കൂടി ഒന്നിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സർക്കാർ സഹായം യാതൊരു ഇടനിലക്കാരും ഇല്ലാതെ, ചോർച്ചയില്ലാതെ നേരെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്താൻ തുടങ്ങി. ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഈ ജാം ട്രിനിറ്റി എന്ന് പറയുന്നത് വെറുതെ സർക്കാർ സഹായം കൊടുക്കാനുള്ള ഒരു പൈപ്പ് ലൈൻ മാത്രമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് അതിനേക്കാൾ വലുതായിരുന്നു. ഈ പൈപ്പ് ലൈൻ തന്നെയാണ് പിന്നീട് ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയത്, ഒരു അടിത്തറയായി മാറിയത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇ-കൊമേഴ്സ്, ഓൺലൈൻ പേയ്മെന്റ്സ്, ഫിൻടെക്, ഇങ്ങനെയുള്ള ഇന്നത്തെ വലിയ വ്യവസായങ്ങൾക്കൊക്കെ വളരാൻ വേണ്ട അടിസ്ഥാന സൗകര്യമൊരുക്കിയത് ഈ സംവിധാനമാണ്. ഇനി ഈ വലിയ കണക്കുകൾക്കപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഈ മാറ്റം ഒരു പ്രത്യേക വിഭാഗത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് കാണാൻ പറ്റും. ഇതിനെ ഒരു നിശബ്ദ വിപ്ലവം എന്നാണ് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ ഷമിക രവി വിശേഷിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. 2012 കണക്കെടുക്കുകയാണെങ്കിൽ രാജ്യത്തെ മൊത്തം ദാരിദ്ര്യം 30%. പക്ഷേ അന്ന് സ്ത്രീകൾക്കിടയിലെ ദാരിദ്ര്യം എത്രയായിരുന്നെന്നറിയാമോ? 50%. അതായത് വീടുകൾക്കുള്ളിൽ തന്നെ വലിയൊരു അസമത്വം നിലനിന്നിരുന്നു എന്ന് വ്യക്തം. ഇനി ഇന്നത്തെ അവസ്ഥ നോക്കൂ, ഇതൊന്ന് ശ്രദ്ധിച്ചു കാണണം. സ്ത്രീകളുടെ ദാരിദ്ര്യനിരക്ക് 50% നിന്ന് വെറും 2% കുറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇത് വെറുമൊരു കണക്കല്ല. സ്ത്രീകളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ എത്രമാത്രം വിജയകരമായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും അത്. ഏകദേശം 12 കോടി ടോയ്ലറ്റുകൾ. അതെ, ഗ്രാമപ്രദേശങ്ങളിൽ നിർമ്മിച്ച 12 കോടി ശൗചാലയങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ശുചിത്വത്തിന്റെ കാര്യം മാത്രമാണെന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ യഥാർത്ഥ സ്വാധീനം അതിലും വലുതായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ. ഓരോ വീട്ടിലും സ്വന്തമായൊരു ടോയ്ലറ്റ് വന്നപ്പോൾ അതവരുടെ സുരക്ഷയും അന്തസ്സുമാണ് വർദ്ധിപ്പിച്ചത്. ഒന്നോർത്തുനോക്കൂ, പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്ത് പലപ്പോഴും ഇരുട്ടത്ത് പോകേണ്ടി വരുമ്പോഴുള്ളൊരവസ്ഥ.
അതിലൂടെ അവരനുഭവിച്ച പേടിയും അപമാനവും. അതിനൊരവസാനമുണ്ടാക്കാൻ ഈ ഒരൊറ്റ പദ്ധതിക്ക് കഴിഞ്ഞു. ശരി, അപ്പൊ കോടിക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവന്നു. സ്വാഭാവികമായും അടുത്തതെന്താ? അവരുടെ കയ്യില് കുറച്ച് പണം വരുന്നു, അവർ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങുന്നു. ഇതാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയില് ഒരു പുതിയ ശക്തിയുടെ ഉദയത്തിലേക്ക് നയിച്ചത്. നമ്മൾ ഇന്ത്യൻ കൺസ്യൂമർ എന്ന് പറയുന്ന ഇന്ത്യൻ ഉപഭോക്താവിന്റെ ഉദയം. ഒരു 10 വർഷം മുൻപത്തെ കാര്യമെടുത്താൽ, ഒരു സാധാരണ കുടുംബം അവരുടെ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും ചെലവഴിച്ചിരുന്നത് ഭക്ഷണത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം മൊത്തത്തിൽ മാറി. ഇന്ന് ഭക്ഷണത്തിനുള്ള പങ്കു കുറഞ്ഞു. പകരം ആളുകൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് ടിവി, ഫ്രിഡ്ജ് പോലുള്ള സാധനങ്ങൾ വാങ്ങാനും നല്ല ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെയാണ്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ശക്തി എന്ന് പറയുന്നത് വിദഗ്ധർ നിയോ മിഡിൽ ക്ലാസ് അഥവാ നവമധ്യവർഗം എന്ന് വിളിക്കുന്ന ഒരു പുതിയ വിഭാഗമാണ്. അതായത് ഇവർ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. എന്നുവെച്ച് വലിയ പണക്കാരൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമായി ഒരു വീട്, ഒരു വാഹനം, അല്ലെങ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയ ഒരു വലിയ വിഭാഗം. അവരുടെ ഈ സ്വപ്നങ്ങളാണ്, അവരുടെ ഈ ഉപഭോഗമാണ് ഇന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ത്യയില് ഗ്രാമം, നഗരം എന്നുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി താഴെയുള്ളവരും മുകളിലുള്ളവരും തമ്മിലുള്ള ജീവിതരീതിയിലെ വലിയ അന്തരം അതും കുറയാണ്. പണ്ടൊക്കെ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന പല സാധനങ്ങളും സൗകര്യങ്ങളും അതൊക്കെ ഇന്ന് ഗ്രാമങ്ങളിലും വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. അപ്പോ അതിദാരിദ്ര്യം എന്ന വലിയൊരു ശത്രുവിനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഒരുവിധം വിജയിച്ചുവെന്ന് പറയാം. ഇതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക കഥ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇനി രാജ്യത്തെ ചർച്ചകൾ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് എങ്ങനെ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. അതായത് നല്ല റോഡുകൾ, വൃത്തിയുള്ള നഗരങ്ങൾ, മലിനീകരണമില്ലാത്ത ഊർജം, എല്ലാവർക്കും കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ, ഇതൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പോരാട്ടം പട്ടിണിക്കെതിരെയായിരുന്നു, അതിജീവനത്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ ഇനി വരാനിരിക്കുന്ന വെല്ലുവിളി ഈ പുതിയ മധ്യവർഗത്തിന്റെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ്. അതിജീവനം എന്ന വാക്കിൽ നിന്ന് ഒരു രാജ്യം ജീവിത നിലവാരം എന്ന വാക്കിലേക്ക് ഫോക്കസ് മാറ്റുമ്പോൾ ആ രാജ്യത്തിന്റെ കഥ തന്നെ എങ്ങനെയായിരിക്കും മാറിമറിയുക? ഇതൊരു വലിയ ചോദ്യമാണ്.